ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് യാർഡ്, ബാക്ക് യാർഡിലൊക്കെ എല്ലാവരും കൃഷികളും ചെടികളും ഒക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് നല്ല വെതറായതുകൊണ്ട് എല്ലാവരും നമുക്ക് വീടിന് പുറത്ത് കാണാം. നേരത്തെ വീടുകളെല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡിലെല്ലാവരും തകൃതിയായിട്ട് കൃഷി ചെയ്യുന്നു, ഫ്രണ്ടിലെല്ലാം ചെടികൾ വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോം ഡിപ്പോ ഇവിടെ കുറച്ച് നേഴ്സറി ഉണ്ട്, അവിടെയെല്ലാം നമ്മുടെ ചെടികളും നമുക്ക് ഇങ്ങനെ ട്രീ ഉണ്ടല്ലോ, നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, പെർസിമൻ, അങ്ങനെയുള്ള നാരകം, പിന്നെ നമ്മുടെ പേരയ്ക്ക വരെയുണ്ട്. എല്ലാം ഇവിടെ നമ്മുടെ നേഴ്സറികളിലും ഹോം ഡിപ്പോയിലും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ട്രീകളും ചെടികളും പൂക്കളും ഒക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ഗെറ്റ് റെഡി ഫോർ ഹോം ഡിപ്പോ. അപ്പോൾ ഞങ്ങൾ ഹോം ഡിപ്പോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സമ്മർ തുടങ്ങി, എല്ലാവരും ചെടികളൊക്കെ വെക്കുകയും കൃഷിയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഓർത്ത് കുറച്ച് ചെടി വാങ്ങിക്കാം. നമുക്ക് ഫ്രണ്ടിൽ കുറേ റൗണ്ട് പോലെ ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടിൽ നിങ്ങൾ മണ്ണൊക്കെ ഇട്ട് പൊക്കിയായിരുന്നല്ലോ, അവിടെ വെക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അവിടെ നമുക്ക് കൃഷി, നമ്മുടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. വലിയ വലിയ ട്രീകളെ ഫ്രണ്ടിൽ വെക്കുന്ന വലിയ ട്രീയെ, പിന്നെ നമ്മുടെ മുളക്, തക്കാളി, സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പം നമുക്കവിടെ പോയിട്ട് എല്ലാം ഒന്ന് കാണാം. അപ്പം ആ കൂട്ടത്തിൽ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരികയും ചെയ്യാം. അപ്പം ഞാൻ ഇന്നലെ തലയിൽ കുറേ എണ്ണ വെച്ചായിരുന്നേ. അപ്പോൾ ഷാമ്പൂ ഇട്ടിട്ട് പാറിപ്പറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ എണ്ണ അങ്ങ് വെച്ചു. അപ്പോൾ ഓഫൊക്കെ ആകുമ്പോൾ എണ്ണയൊക്കെ വെച്ച് തലയ്ക്കൊരു സുഖം കിട്ടി കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ ഞാൻ കുറേ എണ്ണയൊക്കെ വെച്ചു. തലയെല്ലാം അപ്പടി എണ്ണയായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിക്കളയണം. അപ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് ഹോം ഡിപ്പോയിൽ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി ചുമ്മാ ഒരു ക്ലിപ്പിട്ടു. പിന്നെ ഇവിടെ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു, ഐലൈനർ വെച്ചു, കണ്ണൊക്കെ ഒന്ന് എഴുതി. നമ്മുടെ ലിക്വിഡ് ഐലൈനറാണ് ലാക്മിയുടെ. അപ്പം ഞാൻ എപ്പോഴും ഈ ലാക്മി ലിക്വിഡ് ഐലൈനർ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വേറെ ടൈപ്പ് ഐലൈനർ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ഇതിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളിനി ചുമ്മാ ഒരു ഫേസ് ലോഷൻ അപ്ലൈ ചെയ്ത് ചില സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഹോം ഡിപ്പോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചുമ്മാ ക്യാഷ്വലായിട്ടൊരു ടീഷർട്ട്, ഇത് നമ്മുടെ ഫാമിലി റീയൂണിയൻ്റെ ടീഷർട്ടാണ്, കഴിഞ്ഞ വർഷം കിട്ടിയത്. പിന്നെ ഒരു പാൻറ് ഇട്ടു. ഇത് നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ പോവുകയാണ് ഹോം ഡിപ്പോയിലേക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെയും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. അങ്ങനെ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോം ഡിപ്പോയിൽ പോകാൻ. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ടോ, ഞാൻ പല കളറിലുള്ള ലിപ്സ്റ്റിക്കുകൾ വെച്ച് ഒരു പ്രത്യേക കളർ ഉണ്ടാക്കി. നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ 1-2 ഷെയ്ഡ് അടിച്ച് നമുക്ക് അത് ഇഷ്ടമുള്ള കളറാക്കി എടുക്കാം. ഇതെൻ്റെ ഇല്ലാത്ത കളറാണ്, പക്ഷെ ഞാൻ 2-3 ഷെയ്ഡ് അടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. പല പല കളറുകൾ അടിച്ച് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പം നമുക്കൊരു പ്രത്യേക കളർ കിട്ടും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതൊക്കെ ജോലിക്കിടുന്ന കമ്മലുകളാണ്. ഇതൊക്കെ എനിക്ക് മമ്മി തന്ന കമ്മലുകളാണ്, മമ്മിയുടെ കമ്മലുകൾ. ഇതൊക്കെ ഞാൻ ജോലിക്കിടും. അപ്പം വലിയ തൂക്കനുള്ള ഇടണ്ടല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് ഊരിയാൽ ഈ നാളെ ജോലിയുണ്ട്, പിന്നെ എനിക്കിടാൻ മടിയാണ്. അതുകൊണ്ട് നമ്മളിത് തന്നെ ഇട്ടുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഹോം ഡിപ്പോ അടുക്കാറായി. നല്ല വെയിലുണ്ട്. ഞാൻ കൊണ്ടൊരു ഹാറ്റൊക്കെ എടുത്താണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഹോം ഡിപ്പോയിൽ എത്തിയിരിക്കുകയാണ്. പാർക്ക് ചെയ്തിട്ട് പിന്നെ വീക്ക് ഡേയ്സ് ആണല്ലോ ആളാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഒരു ഹാറ്റൊക്കെ വെച്ചാണ് പോന്നിരിക്കുന്നത്. കാരണം എനിക്ക് മുഖത്തെല്ലാം സൺബേൺ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അതാണ് ഈ കറുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും വെയിലടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഹാറ്റൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. റോസിൻ്റെ മായാപ്രപഞ്ചം. റോസ് വേറൊരു ടൈപ്പ് ചെടിയുണ്ട് ഇവിടെ. ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കാമെന്നോർത്താണ് വന്നത്.
ഇങ്ങനത്തെ വൈറ്റ്, ഇങ്ങനത്തെ പല കളറിലുള്ളതുണ്ടേ ഉണ്ടോ. അപ്പം ഞാൻ എല്ലാ വർഷവും ഇത് വാങ്ങിച്ചു വെക്കുന്നതാണ്. ഇതിപ്പം നമ്മൾ നിൽക്കും തണുപ്പ് വരുമ്പോൾ പോകും, ആ ടൈപ്പാണ്. ഇങ്ങനെ പോട്ടിംഗ് സോയിൽ, ഗാർഡൻ സോയിലൊക്കെ തേണ്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അത് നമുക്ക് ഫ്രണ്ട് ഇടുന്ന മോൾജും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, മണ്ണുകളും എല്ലാം. ഇവിടെ എല്ലാം മായാപ്രപഞ്ചമാണ്. ഇതിനകത്ത് കുറച്ച് കളർ വെച്ച് എനിക്ക് സെലക്ട് ചെയ്യണം. പല ടൈപ്പുകളിലെ ചെടികൾ, റോസും പിന്നെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉണ്ട് പല കളറിൽ. ഓറഞ്ച് ചെമ്പരത്തി, പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പല കളറിൽ. നമ്മളൊരു ചെടി എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര വിലയുള്ളതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് വരുന്നത്. ഇതാണെങ്കിൽ ആനുവലാണ്, എല്ലാ വർഷവും വരും. പക്ഷെ നമുക്ക് ആനുവൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫ്രണ്ടൊക്കെ നമ്മൾ ഗാർഡനൊക്കെ എല്ലാം നമ്മൾ ബ്രിക്സൊക്കെ വെച്ച് ക്ലിയർ ആക്കിയപ്പോൾ അവരതെല്ലാം എടുത്ത് കളഞ്ഞു. ആ പണിക്കാർ അവരോട് പറഞ്ഞു തന്നു കളയരുത്, പക്ഷേ അവരതെല്ലാം എടുത്ത് കളഞ്ഞു. ഞങ്ങൾ ജോലിയിലൊക്കെ ആയിരുന്നു, വന്നപ്പോൾ ഇതിനെല്ലാം തൂത്തുപറക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ വാങ്ങിക്കുകയാണ്. ഇവിടെ ആനുവലുണ്ട്. നമ്മൾ ആനുവൽ വെക്കുവാണെങ്കിൽ എല്ലാ വർഷവും തിരികെ വന്നോളും തണുപ്പ് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ എവരി ഇയർ വെക്കേണ്ട ടൈപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ചട്ടി, പിന്നെ ആ ഗാർഡൻ ഉണ്ടാക്കുന്ന കല്ലുകൾ, പിന്നെ സീഡ്സ് എല്ലാം ഉണ്ട്. ഇൻസൈഡിലും ഉണ്ട് ഒത്തിരി സാധനം. നമ്മളതിൻ്റെ ഫീഡിങ് സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അങ്ങോട്ടൊക്കെ മാറി ഫ്രണ്ടിൽ വെക്കുന്ന വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, ഇതെല്ലാം നമ്മുടെ കൃഷിയുടെയും നമ്മുടെ ചെടിയുടെയൊക്കെ ഫീഡിങ് സംഭവങ്ങളാണ്. ആൾക്കാരെല്ലാം വാങ്ങിക്കുകയാണ്. ഇപ്പോൾ വെതറൊക്കെ നല്ലതായി, സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ചെയ്യുന്ന സമയമാണ്. ഇതുണ്ട് തൂക്കിയൊക്കെ ഇട്ടിരുന്നത്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ നമുക്കങ്ങ് തൂക്കി ഇഷ്ടം. പല ടൈപ്പിലുള്ള ചെമ്പരത്തികൾ, ഓറഞ്ചുണ്ട്, റെഡുണ്ട്. ഞാൻ ഇതൊക്കെ എടുക്കുവാണേ. എൻ്റെ ഹസ്ബൻഡ് വേറെ ടൈപ്പുകളാണ് എടുക്കുന്നത്. എനിക്കിങ്ങനത്തെയൊക്കെ വേണം. ഈസ് ടേക്കിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഞാനിതൊക്കെ എടുക്കുകയാണ്, ഇങ്ങനത്തെ പല കളറിൽ കേട്ടോ. എല്ലാ വർഷവും ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കുന്നതാണ്. ടേക്ക് സം ഓറഞ്ച്, റെഡ്, വൈറ്റ്, പിങ്ക് എല്ലാം. യാ ടേക്ക് ഇറ്റ്. ഇവിടെ ഈ കോവിഡ് കഴിഞ്ഞോടെ എല്ലാത്തിനും വില കൂട്ടുക, ഇവൻ ചെടിക്ക് വരെ. പണ്ട് ഇതിനൊക്കെ $4, $3 കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ബിഗ് ട്രീകളൊക്കെ കണ്ടല്ലോ, അതിൻ്റെ അടുത്തോട്ട് ഞാൻ വന്നതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന്. ഇങ്ങോട്ട് ബിഗ് പന പോലത്തേക്ക് വെച്ചിട്ടുണ്ട്. വലിയ ചട്ടികളൊക്കെ കൊണ്ട്, വലിയ ഹോസ് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രില്ലുകളും വെച്ചിട്ടുണ്ട്, ബാർബിക്യൂ ഗ്രില്ലുകളും വിൽക്കാനായിട്ട്. കണ്ടില്ലേ കല്ലുകളൊക്കെ കണ്ടോ, ഗാർഡൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇൻസൈഡിലുണ്ട് ഒത്തിരി സാധനങ്ങൾ കേട്ടോ. നമ്മളിവിടെ നമ്മുടെ ഒത്തിരി വീടിൻ്റെ സാധനം, ലൈറ്റുകൾ, ഫാനുകൾ എല്ലാം ഉണ്ട് നമുക്കിവിടെ. ഞങ്ങൾ വേറെ സെക്ഷനിൽ വന്നു. ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. സെയിം ഗ്രൂപ്പല്ല, ഇൻഡിവിജ്വലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് കാട്ട് നല്ല ഫ്ലവറാണ്, നല്ല വൈറ്റ് കൊളാമ്പിപ്പൂ പോലത്തെ. ഇതുണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ്, ഹാങ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടം പോലെ.
$100 സംഭവം $100 സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളെല്ലാം കാറെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ഹോം ഡിപ്പോയിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള നമ്മുടെ ചെടികൾ വാങ്ങിച്ചു. പിന്നെ ബായ്ക്കാടി വെക്കാനുള്ള കുറച്ച് ടൊമാറ്റോ, പിന്നെ നമ്മുടെ മുളകുണ്ടല്ലോ അതിൻ്റെ തൈയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാം നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന നാളെ നമ്മൾ നേഴ്സറി, ഇവിടെ നമുക്ക് 2-3 നേഴ്സറി ഉണ്ട് അടുത്തടുത്ത്. അപ്പോൾ നമുക്ക് ആ നേഴ്സറിയും കൂടെ പോയി നോക്കണം അവിടെ എന്തൊക്കെ ഉണ്ട്. എന്നിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ കുഴിച്ചു വെക്കുന്നതായിരിക്കും, നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട്. കൃഷികളൊക്കെ നമ്മുടെ മുളകും ടൊമാറ്റോ ഒക്കെ ബാക്കിയാട്, നമ്മുടെ ചെടികളൊക്കെ ഫ്രണ്ടിൽ, അങ്ങനെ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ വെക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് നമ്മുടെ, അയ്യോ ഭയങ്കര ചൂട് തുടങ്ങി, ഭയങ്കര സമ്മറാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തൊക്കെ ചൂടടിച്ചെല്ലാം ടാൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഹാറ്റുമായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, പക്ഷെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയണം, ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ അതാണ് നമുക്കൊരു പ്രചോദനം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നേഴ്സറി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.